ഒരു വലിയ പ്രോഗ്രാം നടക്കുന്നതെന്ന് സുഭാഷ് പറഞ്ഞിരുന്നു. ഇത്രയും ഗംഭീരമായ പരിപാടിയാണെന്ന് പ്രതീക്ഷിച്ചില്ല. ഒരുപാട് പേര് അറിയാവുന്ന ഒത്തിരി മുഖങ്ങൾ അവിടെ ഉണ്ട്. റോഷൻ ചേച്ചി, ഒരുപാട് അശ്വതി, അങ്ങനെ ഒരുപാട് അറിയാവുന്ന ആൾക്കാരുണ്ട്. എല്ലാവർക്കും പേരെടുത്ത് പറയാൻ കുറേ പേര് എൻ്റെ പേര് അറിയില്ല, എന്നാലും അറിയാവുന്ന മുഖങ്ങളാണ്. എല്ലാവരെയും കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് ഒരുപാട് സ്ഥലങ്ങളിൽ. സന്തോഷം ഈ ഒരു വേദിയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞാൽ. നന്ദി, നമസ്കാരം, താങ്ക് യു. ഒരു അവാർഡ് അല്ലെങ്കിൽ ഒരു റെക്കോർഡ് ഇപ്പോൾ സ്വന്തമാക്കി എന്നറിഞ്ഞു. അതിനെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവയ്ക്കാം. അതൊരു വേൾഡ് റെക്കോർഡാണ്. അത് ഏറ്റവും അധികം ബ്രാൻഡ് ഇനോഗ്രേഷൻസ് ചെയ്തതിനാണ്. അത് ഇപ്പോൾ റെസ്റ്റോറൻറ്റ്സ് ആയാലും നമ്മുടെ ടെക്സ്റ്റൈൽസ് ആയാലും ബാറായാലും അങ്ങനെ എല്ലാം കൂടെ ചേർന്നിട്ട് 1000+ ഇനോഗ്രേഷൻസ് വിത്തിൻ 2 years ചെയ്തതിനാണ് വേൾഡ് റെക്കോർഡ് കിട്ടിയത്. അതിനോടൊപ്പം 2500 ബ്രാൻഡ് പ്രൊമോഷൻസ് ചെയ്തത്, പുതിയ ബ്രാൻഡുകൾ. അപ്പോൾ സന്തോഷം. നമ്മളെ വിശ്വസിച്ച് വിളിക്കുന്ന റാണിയമ്മയുടെ ഹോട്ടലിൻ്റെ പ്രൊമോഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. കോളേജിൻ്റെ ഹോട്ടലിലൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം കൊള്ളാം. എനിക്ക് എൻ്റെ 5 മക്കളെല്ലാം ഇവരുടെ മോൻ്റെ വലിയ അടുത്ത കൂട്ടുകാരാണ്. പക്ഷേ എനിക്കൊരപേക്ഷയുണ്ട്. അടുത്ത വർഷം മുകേഷ് ഇവിടെ വരുമ്പോൾ ഇതിൻ്റെ നേർപകുതിയായിട്ട് സുന്ദരൻ കുട്ടപ്പനായിട്ട് വരും. ഞാൻ ഈ തടി വിറ്റാണ് ജീവിക്കുന്നത്. ഒരു 2 കിലോ കുറഞ്ഞ അപ്പം ആൾക്കാർ പറയും ഷുഗറാണോ? ഒരിക്കലും ഇല്ല. ഞാൻ ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ദൈവം സഹായിച്ച് ടച്ച് ഇന്ന് ഈ നിമിഷം വരെ പ്രഷറില്ല, ഷുഗറില്ല, കൊളസ്ട്രോൾ ഇല്ല, ഒന്നുമില്ല. പിന്നെ അങ്ങനെ നന്നായിട്ട് പിന്നെ നമ്മുടെ സൗത്ത് പാർക്കിലെ സ്ഥിരം കസ്റ്റമർ കൂടെയാണ് ഞാൻ. അപ്പം പിന്നെ തടി കുറയ്ക്കാൻ പറഞ്ഞ് എങ്ങനെ ശരിയാവും? അതിൽ കുറച്ച് കാശ് മതി. താങ്ക് യു. എന്തായാലും അടുത്ത പ്രാവശ്യം കുറച്ചുകൂടെ ഫിറ്റായിട്ട് വരാൻ നോക്കാം. ഞാൻ ഇങ്ങനെ ഫിറ്റ് ആവാറുണ്ട്. പിന്നെ കുറച്ചുകൂടെ അവിടെ പറഞ്ഞത്. ഇപ്പോൾ എന്തായാലും നമ്മുടെ മുകേഷ്, നമ്മുടെ സിനിമകൾ, ഒരുപാട് സിനിമകളിലേക്ക് താങ്കൾ കാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞു. അതിലിപ്പം നമ്മുടെ ഭീമൻ രഘുചേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്ന നമ്മുടെ വിഷ്ണുറാം അസോസിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം, ആ സിനിമ. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് കൂടെ പറയാം, പുതിയ പ്രോജക്റ്റുകളെ കുറിച്ച് പറയാം. അത് തടിയുള്ളതുകൊണ്ട് വിളിച്ച ആ പടത്തിന്റെ പേര് ഭീമൻ പ്രദേശം എന്നാണ്. അതിൽ നായകനായിട്ടാണ് അഭിനയിക്കുന്നത്. അത് തടിയുള്ളതുകൊണ്ട് മാത്രം വിളിച്ചേട്ടാ, അല്ലെങ്കിൽ വിളിക്കില്ലായിരുന്നു. വേറെ ആരെങ്കിലും വിളിച്ചത് ജ്യോതിഷനെ വിളിക്കത്തില്ലേ? ജ്യോതിഷ സുന്ദരനല്ലേ, സൂകനല്ലേ, സുശീലനല്ലേ, സുഭദ്രനല്ലേ? അല്ല, സീരിയസ് ആയിട്ട് നമ്മൾ തമ്മിൽ വേറൊരു സാമ്യമുണ്ട്. എൻ്റെ ഇൻസ്റ്റ ഐഡിയുടെ പേര് മല്ലു ജെഡി എന്നാണ്. ഇദ്ദേഹം ഡോക്ടർ മല്ലു ആണ്, അല്ലേ? അങ്ങനെ ഒരു സാമ്യത. അപ്പോൾ എന്തായാലും നമ്മുടെ വേദിയിലെത്തി നമ്മളോടൊപ്പം ഒരുപാട് കാര്യങ്ങൾ സംബന്ധിച്ച് വളരെ രസകരമായ നിമിഷങ്ങൾ നമുക്ക് വേണ്ടി സമ്മാനിച്ചു. നമുക്ക് സ്നേഹപൂർവ്വം അദ്ദേഹത്തിന് നിറഞ്ഞ കരഘോഷം തന്നെ കൊടുക്കാം. ഞാൻ എപ്പോഴും പറയുമ്പോൾ പടക്കം പൊട്ടുന്ന കൈയടി. ഒരു കാര്യം കൂടെ, സത്യം